അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ ഹേമന്തയാമിനിതൻ പൊൻവിളക്കു ഏതാ എന്താടാ എന്താടാ നോക്കണ്? ഏതടാ? സുദേവ എന്താ ഈ വഴിക്ക്? 2 പുഷ്പാഞ്ജലി വയ്ക്കാൻ വന്നതാടാ. എഴുതിക്കോ, പേര് സുദേവ്, പൂരനക്ഷത്രം. പൈസ അപ്പൊ ഞാൻ നിർത്തുന്നത്. അല്ല ശനെ, എന്തിനപ്പോ പുഷ്പാഞ്ജലി? പീറ്ററെ, നീ ഒരുമാതിരി പൊട്ടം കളിക്കല്ലേ. എന്റെ വണ്ടി എന്തായി? നന്നാക്കിയോ? ആശാനെ ഒരു മിനിറ്റ് കേട്ടോ. എന്റെ പൊന്നു പൈസലേ, ഇവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കാൻ. ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും നീ ഓടിപ്പോയിട്ട് പേനയും. എൻ്റെ പൊന്നാശാനെ, ആ ചുവന്ന വണ്ടിയുടെ 2 സ്ക്രൂ പോയിട്ട് ഞാൻ കുറെ നേരം അവിടെ തപ്പി നടക്കുന്നു. അപ്പം അതും കൊണ്ടേ കളഞ്ഞാ? നീക്ക് കൂടി എന്നെ നാട്ടുകാരെ തല്ലു വായിച്ചോ? ആ, ഞാനാണല്ലേ. ആ പൊട്ടൻ ചക്കൻ ചെയ്യണതിനൊന്നുമില്ല. ഓൻ ഇന്നലെ വൈകുന്നേരം അവിടെ കടന്ന് തിരിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചാൽ പോകുന്നു. എൻ്റെ ഒരു ചുവന്ന പിടി സ്ക്രൂ ഡ്രൈവർ ഇപ്പം കാണാനില്ല. എന്തേലും ചോദിച്ചാൽ അവൻ വായ തുറന്ന് പറഞ്ഞിട്ട് വേണ്ടേ? എന്നിട്ട് അവനവിടെ ഇതേ ഇരിക്കണ്. കഴിഞ്ഞ ആഴ്ച തുടങ്ങിയതാണ് ആ സാധനത്തിന് മേലെ പണിയെടുക്കല്. ഈ കണ്ട അരപ്പൊട്ടന്മാരൊക്കെ ജോലിക്ക് വെക്കണം, നിങ്ങളെ പറഞ്ഞാൽ മതി. അവ അവിടെ ഇരുന്നോട്ടാ, അവനെ കൊണ്ട് വേറെ ശല്യമൊന്നുമില്ലല്ലോ. അവൻ രാവിലെ 9 മണിന്നൊരു സമയം ഉണ്ടെച്ചെങ്കിൽ അവിടെ വന്നിരിക്കും. പിന്നെ ഇവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ടിട്ട് അവിടെ വിളക്കും കത്തിച്ച് വെച്ചിട്ട് എന്തൊരു ദൈവിക സുഗന്ധം. അതെ അതെ, നിങ്ങൾ ഈ ദൈവിക സുഗന്ധത്തിന് വേണ്ടിയിട്ടേ എന്നും ഓരോ പാക്കറ്റ് ചന്ദനത്തിരി അവനെ കത്തിച്ച് കളയണത്. നിങ്ങൾ ആശാന ശിഷ്യന് പായരം കേൾക്കാൻ വന്നല്ലേ? എനിക്കിതിന്റെ വണ്ടി ഇപ്പൊ കിട്ടണം. എവിടെ വണ്ടി? എവിടെ? ഇവിടെ തൻ്റെ അണ്ടി, തൻ്റെ സാറിൻ്റെ വണ്ടിയാണ് അവിടെ കഴുകിയിട്ടിരിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് വരാം. അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ആശാനോട് പറയാറുള്ളത്, വെള്ളമടിച്ച് പണിയെടുക്കരുത്. ഇന്നലെ രാത്രി വെള്ളമടിച്ചുകൊണ്ട് നേരെയൊക്കെ ഇത് ഓർമ്മയില്ലേ? സുദേവ്, ഒരു നിമിഷം.
പീട്ടറാ ഇവിടെ വന്നേ, ഇവിടെ വാ. എന്തേട്ടാ? ഇതെന്താട് തൻ്റെ വണ്ടി വെക്കാനുള്ളതാണോ എൻ്റെ വണ്ടി? എൻ്റെ വണ്ടി? ഇതെങ്ങനെ ഇതിൽ വന്നേ? ഓ, ഈ വണ്ടി ആ കാറ്റത്ത് പറഞ്ഞാവും അല്ലേ? അല്ല, ഇതിനിവിടെ മാവൊന്നുമില്ലല്ലോ ഏട്ടാ. വണ്ടി മര്യാദയ്ക്ക് ശരിയാക്കില്ല, പിന്നെ തന്നെ അല്ല വണ്ടി ഇതിൽ കൊണ്ടുപോയി. അത് പിള്ളേരാരിലേക്ക് എടുത്ത് വെച്ചായിരിക്കും. പൈസ ഇടോ. ഇതൊക്കെയാണ് വണ്ടിയൊക്കെ ശരിയായില്ലേ? ഓ, ഈ വണ്ടി ആയിരുന്നല്ലേ? ഈ വണ്ടി എന്ത്? ഇതെന്താ ശരിയാക്കാനുള്ളത്? ഇത് എൻ്റെ വണ്ടി ഒന്നല്ല. ആ, അണ്ടിയുടെ കേസാണെന്നുണ്ടെങ്കിൽ ഓമനക്കുട്ടനെ പിടിച്ചാൽ മതി. ഓനാണല്ലോ ഇവിടെ ഓരോ മാങ്ങ തട്ടിനെ പുറത്ത് കൊണ്ടുപോയി വെക്കണ പരിപാടി. 5-6 മാങ്ങ രാവിലെ കൊണ്ടുപോയി വെക്കും പഴുക്കാൻ. ഒരു കഷ്ണം നമുക്ക് തരില്ല. അവനോട് പോയി ചോദിക്കി, പുന്നാര ശിഷ്യനല്ലേ, പോയി ചോദിക്കി. അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ വണ്ടിയുടെ റെഡിയാക്കും കേട്ടോ. ഓപ്പ് പണി കിട്ടിയല്ലോ. ഒന്ന് പിടിക്കുക, ഒരു പണിയും ചെയ്യില്ല. ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ? റോമനെ ഒരു നോട്ടം കണ്ടില്ല, ഒരു ഒറ്റ കൊടുത്തോണ്ടല്ലോ. ഇവരെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓന് പ്രശ്നമല്ലേ ഉള്ളൂ. എന്താ വലിയ കഥയും വായ പറഞ്ഞുതരാം. ആ ഫൈസൽ എൻ്റെ അടുത്ത് ഒരുപാട് തവണ പറഞ്ഞിട്ടും ഞാൻ ചെവി കൊണ്ടിട്ടില്ല. നീ ഇപ്പം കളിച്ച് കളിച്ച് ഇങ്ങനെ തലേ കയറി തൂറാൻ തുടങ്ങിയേക്കാണ്. മര്യാദയ്ക്കല്ല ചിങ്ങ, അടിച്ചെൻ്റെ മോതിരം ഷേപ്പ് ചെയ്യാണ്ട് മാറ്റും കേട്ടാ. അവൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോഴേക്കും തുടങ്ങുമ്പോൾ മോന്തം കാണിച്ച് കരയിൽ ഒരു അണ്ടി ഒരു മാങ്ങയും. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുമെന്ന് അറിയോ? ഓ നേരെ പോവും, എന്നിട്ട് അവിടെ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോൻ്റെ താഴെ പോയിട്ട് കരയാൻ തുടങ്ങും. കരച്ചിലോട് കരച്ചിൽ. ഈ ഒരു പണ്ടാനം തന്നെ ഇവിടെ എന്നും ഉള്ളൂ. ഒരു തൊഴിലില്ല, ഒരവസ്ഥയാണ്. വണ്ടി കൊണ്ടോല്ലേ? അല്ല വണ്ടി വേണ്ട, വണ്ടി വേണ്ട. ഞാൻ സാധനം വന്നെടുത്തോളൂ കേട്ടോ. അല്ല നിങ്ങൾ നന്നാക്കിയിട്ട് പുറത്ത് വെച്ചാൽ മതി. അല്ല കുഴപ്പമൊന്നുമില്ല, സാധാരണ നന്നാക്കി വെച്ചാൽ മതി കേട്ടോ. ഞാൻ വന്നെടുത്തോട്ടെ. അതൊന്നല്ല പീറ്ററെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളെ ആ ചെക്കനെയും ആ ഫോട്ടോയും ഒന്ന് ശ്രദ്ധിച്ചോണ്ട്. പിന്നെ ഇതുവരെ കിട്ടിയതൊന്നല്ല പണി, ഇനി കിട്ടാൻ പോണതാണ് പണി. അപ്പോൾ ഇതുവരെ കളിച്ചത് തീക്കളിയോടാന്നുള്ളത് ശ്രദ്ധിക്കണം. ഞാൻ വരാം മോനെ, ഓക്കെടാ, ഞാൻ വരട്ടോ. എന്നാലും അയാൾ എന്തിനായിക്കൂടെ നമ്മുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഇതാരടത്? ഇത് തോന്നണതേ മൂപ്പര് ചിലപ്പോൾ നമ്മളെ വണ്ടി കൊടുക്കാൻ വൈകിയോണ്ട് നമ്മളൊന്ന് പേടിപ്പിച്ചായിരിക്കും നൈസായിട്ട്. അങ്ങനെ വഴിയുള്ളൂ. അതൊക്കെ ഓക്കെ.
പക്ഷേ ഇയാളെ ഞാൻ അതിന് മുൻപ് കണ്ടിട്ടില്ലല്ലോ. ബാക്കിയുള്ളവരൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടിട്ടാണല്ലോ വെറുതെ ഓരോന്ന് പറയാനായിട്ട്. എനിക്ക് തോന്നണതേ സോമയുടെ മുത്തച്ഛനാണോ എന്നാണ്. ഓമയുടെ മുത്തശ്ശൻ കാള പുറത്ത്. അല്ല സോമ മുത്തച്ഛനാണെന്ന് പറയാൻ പറ്റൂലേ, ആളുടെ പുറത്തൊക്കെ വരും. അല്ല ആശാനെ, സാധനം പിടിയിട്ടി ഇത് മറ്റതാണ്. ഏത്? ഈ പോത്തായിട്ട് ആരാ വരിക സാധാരണ? നമ്മളെ വർക്കിച്ച അങ്ങനെയൊക്കെ അവിടെ 60 പരിപാടി ഉള്ളത്. ഓ അതല്ലടോ, ഈ പോത്തിന്റെ പുറത്ത് ആരാ സാധാരണ വരിക? കയറൊക്കെ ഇട്ട്. ഇവിടെ കാലൻ. കാലനാ? ഞാൻ കണ്ടിട്ടുള്ള കാലന്മാർക്കൊക്കെ നല്ല കട്ട താടിയും കട്ട മീശയൊക്കെ ഉണ്ട്. ഇത് നല്ല ചുള്ളനകളാ. ശരിയാണല്ലോ. ആശാനെ മുത്തു. മുത്തു കാണിച്ച കൂടെ വിക്രമനും ഉണ്ടാവില്ലേ? ഏ പിന്നെ അവരാ ബനിയൻ അത് വന്നിട്ടില്ലേ? ഇതോ അതല്ല, ബ്ലേഡ് മുത്തു. എൻ്റെ ഭർത്താവേ, ഇന്ന് കാശ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളടാ. വാക്കേറ്റാണ്. ദേവനാരി പറഞ്ഞത് കറക്റ്റാണ് കേടാ. നമുക്കൊരു പണി വരുന്നുണ്ട് പറഞ്ഞില്ല അവൻ. ആ ഒറ്റ കൊടുത്തായിരിക്കില്ലടാ. ഉറപ്പാ. പൈസ ഒന്നും ഡീലിയടാ. ആ പിന്നെ ചുമ്മാ അടിയുള്ള എനിക്ക് ഭ്രാന്താണല്ലോ. മുങ്ങാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഞാനും ഉണ്ട്. അപ്പൊ ഇവിടുത്തെ കാര്യമായിരുന്നു നോക്കടാ. അതിനല്ലേ ഓമനുള്ളത്. അവൻ ഒരു പൊട്ടനായത് അയാളൊന്നും ചെയ്യില്ല. വെറുതെ വിടും. ഇനിയിപ്പോ തൽക്കാലം ഇപ്പൊ അങ്ങനെ മാറിയില്ല. எனக்கு எது தடையை நீ போட்ட படம் காட்டுற கடனாளி நீ பங்காளி வா பாரிய சேட்ட பணம் காசை பரிமாறி விளையாடுவோம் ஒரு மாறி பயங்காட்ட நினைக்காத நினைச்சாலும் முடியாது நீ வரியாவா ஒரு காட்ட பாதுகாத கீழே எத்து அம்ம வில்லன் பேர கெட்டு பாரு முத்துல கட்டிமன். டேய் அந்த பீட்டங்கடா. டேய் அந்த பீட்டங்கடா மயிலாடே. പൈസല്ലേ അച്ചക്ക തല്ലി കൂട്ടണ. ഒന്ന് പോയി രക്ഷിക്കടാ. ഒന്ന് പോടാ. എനിക്കാണ് വരാൻ പറ്റില്ല. നിങ്ങൾ പോടാ. என்னடா உன் வாயில் நாக்கிலையா? யாருக்கிட்டும் விளையாட்டല്ല. ഒന്നും ചെയ്യല, ഒന്നും ചെയ്യല്ലേ. அதுக்கு நீ மாட்டாண்டி. ഞാൻ വന്ന് പീറ്റ് இந்த കടക്കി പിടിച്ച് அவங்கடா ആശങ്ക ഇല്ല போய் அந்த பீட்டர் பையன் வந்துட்டு அவன்கிட்ட சொல்லு, இந்த முத்து காசு கொடுத்திருந்தா அது வாங்கவும் தெரியும். ആയിക്കോട്ടെ.
டேய் கிளம்புடா. நாளை காலை கொஞ்சம் வேலை இருக்குது, வந்துடு. இப்போ கிளம்பு. சரிண்ணா. செல்லம், நான் வந்துட்டு இருக்கடே. நீ ரெடி தானே? സോങ്ങാ இந்த நேரத்திலையா? சரி செல்லம். அடியே அடியே மனம் நல்லதே நின்னாதடா. ஏய், ஃபோன் வச்சுட்டு ஒரு நிமிஷம். டேய், யார் அது? டேய் சொல்றா, டேய் சொல்றா, அங்க யாரு? யாருன்னு சொல்றா? എടോ പീറ്ററേ, ഇതിപ്പോഴെങ്ങാനും ശരിയാവൂ? ഇതിപ്പോൾ ഉണ്ട് സ്വാമി, ഇതതിന് മൊത്തം വലിയ പണിയൊന്നുമില്ല. ഈ ബ്രേക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ്. ഓ, തന്നെ കുണ്ടൂരപ്പ അനുഗ്രഹിക്കും. എനിക്കാണെങ്കിൽ ഇതില്ലാതെ ഒന്നും നടക്കില്ല. അല്ല സ്വാമി, അപ്പോ സ്വാമിക്ക് പ്രഭാതകർമ്മങ്ങൾക്കും വേണോ ഈ സാധനം? ഹൈ, ഏതാ ഈ പോങ്ങൻ? സ്വാമി, നമ്മുടെ ഒരു ശിഷ്യനാണ് ഫൈസൽ. ഇനി വേറൊരുത്തരും കൂടി ഉണ്ട്. ആ ചായ പിടിക്കാൻ വേണ്ടി വിട്ടേ. കേട്ടോ പീറ്ററേ, രാവിലെ 5 മണിയാകുമ്പോൾ അമ്പലത്തിലെത്തണം. എനിക്കാണെങ്കിൽ വണ്ടിയില്ലാതെ എത്താനും പറ്റില്ല. അമ്പോ, അപ്പൊ സ്വാമിക്ക് പേടിയൊന്നുമില്ല? പേടിയോ? എന്തിന്? ദൈവത്തിനെ ആരാധിക്കണേ എനിക്കെന്തിനാണോ പേടി? അല്ല സ്വാമി, ഞാൻ ഒരു കാര്യം ചോദിക്കാം. എന്താ? അല്ല, സ്വാമിനെ പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഈ അമ്പലത്തിലെ ദൈവത്തിനെ കണ്ടു, അങ്ങനെ കണ്ടു എന്നൊക്കെ. അങ്ങനെ വല്ല കഥയുണ്ടോ? ഉണ്ടോണോ? എത്ര കഥ കേൾക്കണം എനിക്ക്? ഒരു 1-2 കേട്ടാൽ കൊള്ളാം. ഒരു ദിവസം രാവിലെ 4:30 മണി കുട്ടാ കൂടിയിട്ട് ഒരു പൂച്ചക്കുഞ്ഞു പോലുമില്ല. ഇതാ നിൽക്കണു മുന്നിൽ. ആരാ? അപ്പൻ. നിങ്ങളപ്പൻ എന്തിനാ അവിടെ പോയി നിൽക്കുന്ന രാത്രി? അല്ല, അങ്ങേരെന്തിനാണ് അവിടെ പോയിരിക്കുന്നത് രാത്രി? ഹായ്, ഇയാളപ്പനല്ലടോ, സാക്ഷാൽ കുണ്ടൂരപ്പൻ. അടച്ചോനെ, കുണ്ടൂരപ്പനാ? ആ, നീലാസകല നീല നിറം കാണുമ്പോൾ തന്നെ എന്താ ഒരു തേജസ്. ചുറ്റും വെളിച്ചായതുകൊണ്ട് ഒരു നിഴല് പോലെ കണ്ടു. എന്നിട്ട് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് ചോദിക്കുക, മോനെ കൃഷ്ണൻകുട്ടി, ഒരു ചെറുപഴം തരുമെന്ന്. അത് സ്വാമിയുടെ കോലം കണ്ട് ചോദിച്ചായിരിക്കും. ഐ, ഞാനാ നേരത്തെ വന്ന ചെറുപഴം കൊണ്ടിയാ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്നു. എന്നിട്ട് അവിടെ നിന്ന് ചെറുപഴം എടുത്തിട്ട് വന്നപ്പോൾ അവളെ കാണാനില്ല. അവളെ കാണാനില്ലെന്നോ? ആളെ കാണാനില്ല. എന്നിട്ട് ഞാൻ വണ്ടിമ നോക്കുമ്പോൾ ദേ കിടക്കുന്നു ഒരു കൊലപ്പഴം. അല്ല, ഇത് സ്വാമിയെ പഴം എന്താ ഇത്? ഈ നേന്ത്രപ്പഴം പറഞ്ഞാൽ വിളിച്ചോണ്ട് പോവാ, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും. അതിനെ പൊന്നു പൈസ അത്യാവശ്യം പണിയെടുക്കുന്നു. ഞാൻ പണിയൊക്കെ എടുത്ത് തീർക്കാൻ നോക്കും. എൻ്റെ ഇടയിലും അവന് ചെറുപഴം നേന്ത്രപ്പഴമൊക്കെ ഇട്ട്. ഇത് പൊന്നാശാനെ, നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലാച്ചിട്ട് ഈ വിശ്വസിക്കണവരെ ഒരുമാതിരി തൂമ്പിക്കാൻ നടക്കരുത് കേട്ടോ. പീറ്ററിനൊന്നും വിശ്വാസമല്ലേ? അതല്ലേ സ്വാമി പറഞ്ഞേ, അയാളൊരു നിരീശ്വരവാദിയാണ്. കേട്ടോ പീറ്ററെ, ഞാനൊരു കാര്യം മനസ്സിലാക്കുക, എന്തൊക്കെ വിശ്വാസമില്ലാന്ന് പറഞ്ഞാലും ഈ വിശ്വാസമില്ലാത്ത ആൾക്കാർ ഒരു പോസിറ്റീവ് എനർജിയിൽ വിശ്വസിക്കുന്നുണ്ടാവും.
ഇത്രയൊക്കെ ഉള്ളൂ വിശ്വാസം എന്ന് പറയണത്. ആ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ ആൾക്കാരിലാണല്ലോ ഓതടിക്ക് പിടി. അല്ല ഒരു സ്വാമി, ഇവിടെ ഒരു പണിക്കാരുണ്ട്. അവ ഇടയ്ക്കിടയ്ക്ക് വിളക്ക് കൊതിച്ച് പ്രാർത്ഥിക്കണം. ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. നിനക്കറിയടോ? അല്ല സ്വാമി, നിങ്ങൾ ഈ കാലനൊക്കെ പൂജിക്കുമോ? കാലനോ? എടോ കാലനല്ലാതെ ചാത്തൻ, സാക്ഷാൽ കുട്ടി ചാത്തൻ. കേട്ടോ പീറ്ററെ, എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ ചെറുപ്പത്തിൽ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്. സ്വാമി, മുത്തച്ഛൻ എന്താ പറഞ്ഞേ? ചാത്തനല്ല, സാക്ഷാൽ വിഷ്ണുമായ കുട്ടിച്ചത്തൻ. ചില്ലറക്കാരനല്ല മക്കളെ. ജാതിമത ഭേദമന്യേ മനമുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് അവർ അർഹിക്കുന്ന എന്തും നേടിക്കൊടുക്കുന്ന സാക്ഷാൽ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ. ആശാനെ, ആ സുദേവ് പറഞ്ഞ ഇപ്പോഴേനും മനസ്സിലായില്ലേ അതിന്റെ പൊരുള്? പൊരുളോ? എന്ത് പൊരുള്? ഒരെണ്ണം കിട്ടുന്നതിനുള്ളോ? ഒരൊക്കെ ഇട്ട് അതും കേട്ട് വിശ്വസിച്ചിട്ട് ഇനി ആ പേരും പറഞ്ഞിട്ട് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും മിസ്സായി കഴിഞ്ഞാൽ നിന്റെ അപ്പൊ നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ല വെച്ചിട്ട് ഇതൊന്നും ഇല്ലാതാവും. നീയൊക്കെ എന്താ തേങ്ങടേ പറഞ്ഞത്? ഇവിടെ ചാത്ത എന്താ പറയണേ? ആ ചാത്തണ്ട്. ആ ചാത്ത ഉണ്ടായിക്കോട്ടെ. ഇതാ ആരോ വരച്ചുണ്ടായിട്ടുള്ളൊരു ചിത്രം, അത്രേ ഉള്ളത്. ആ ദേ വരുന്ന അടുത്ത പണി. നിങ്ങളല്ലേ പറഞ്ഞേ ചാത്തനില്ലാന്ന്? ദേ വരുന്ന മുത്തു പോയി ഇറന്നു മേടിച്ചോ. ആ പൊട്ടൻ കൂടെ ഇല്ല, ഇതൊന്നും കുറച്ചുകൂടെ. ഇന്നലത്തെ പോലെ അടി കൊള്ളാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓമനിയില്ല, അടി മേടിക്കാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ മുങ്ങാൻ പോവാ, വേണി കൊണ്ടോട്ടോ. പീറ്ററേ, അന്നാ കുറച്ച് ടൈറ്റാണ്. പിന്നെ പണിയാണെങ്കിൽ കാര്യമായിട്ടില്ല. മോൾക്ക് സുഖമില്ലാണ്ട് 2-3 ദിവസം ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അവൻ്റെ പൈസ ഫുള്ളായിട്ട് അവിടെ കൊണ്ടുവന്നു. என்ன பீட்டுறது குழந்தை மாதிரி பேசிட்டு இருக்கு? நான் உங்ககிட்ட காசு கேட்டேனா? இல்லைனா அது உங்ககிட்ட இருக்கிறதோ கூட. அப்புறம் நேற்று வந்து தெரியாம நடந்துச்சு. அந்த பையங்க അവർ വന്ന് ടീ വാങ്ങുறதுக்கு அந்த வழி ஒளி போயிருக்கு. அவன் வந்துட்டு அவங்ககிட்ட நான் மன்னிப்பு கேட்டேன்னு சொல்லு. வேற பிரச்சனை எதுவும் இல்லை. ஏய் வேற பிரச்சனை. பைசல, உனக்கு காசு எதுக்கு தேவை இருந்தா என்கிட்ட சொல்லு, சரியா? வேற ஒரு விஷயம், உனக்கு தம்பி இருக்காங்களா இல்ல அண்ணன் இருக்காங்களா? அந்த மாதிரி யாருமே இல்லை. ஒண்ணுமில்ல, சரி சரி. எதுக்குடா இந்த மாசம் எல்லாம்? போய் வண்டிடுறா, போடா. ആശാനെ, ഇയാൾക്ക് എന്താ പറ്റി? എടാ അത് തന്നെടാ ഞാനും ആലോചിക്കുന്നത്. എന്നാലും മനുഷ്യന്മാർക്ക് ഇങ്ങനെ മാറ്റം വരുന്നു. പലിശ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരുത്തന്നെ കുത്തിമാറ്റിയ ടീമാണ്. അല്ല മാനസാന്തരം സംഭവിച്ചായിരിക്കുമല്ലോടാ. എന്നാലും ഇയാളൊക്കെ ഇങ്ങനെ നടക്കണ്? അത് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. ആ സുഖനായിട്ട് വരുന്നുണ്ടല്ലോ. ഇതേ ആ അണ്ണനിടുന്ന് അടിയിട്ടാണ് എത്രേ? നല്ല അടി എത്ര ഇട്ടിരുന്നു? മാങ്ങോണ്ടൊക്കെ കയറിട്ടിരുന്നത്രേ. മാങ്ങണ്ടോ? ആ കവലയിൽ എന്നിട്ട് ആരെടുത്തും പൈസ കൊണ്ടിറങ്ങി. നന്നായിന്നോ പറഞ്ഞിട്ടായിരുന്നു. നല്ല അടിയിട്ടാണ് എന്തായാലും. ഇല്ലേ വൈകുന്നേരം
ആശാനെ ഇപ്പൊ സംഭവം പിടികിട്ടിയ എന്ത് സംഭവം? മാങ്ങ കൊണ്ടുള്ള ഏറ്. ഇവിടെ ആരാ മാങ്ങ കൊണ്ട് കളിക്കാറുള്ളത്? എടാ നീ എന്താണ് ഈ പറയണത്? ആ കാറ്റടിച്ച വീണു പോണ മറ്റേ ഓമന അയാളെ പിടിച്ച് തല്ലിന്നാണ് പറയണത്. ഓമനെന്നെ ആവണമെന്നില്ലല്ലോ, പിന്നെ മറ്റോനെ ആവാലോ, ചാത്തൻ. നീ ഒന്ന് തെളിച്ച് പറ. ആശാനെ, കഴിഞ്ഞ ദിവസം ആശ അവിടെ ലൈൻ വർക്കിന് പോയ സമയത്ത് ഇവിടെ ഒരു സംഭവം നടന്നു. ഫൈസലാ, ഈ വണ്ടി നോക്കാം. വാ. ആരിത്? ദാസനാ? അന്നെ ഞങ്ങൾ കുറേ കണ്ട് കണ്ടിട്ട്. ആകെ വണ്ടി പനി രാവിലെ തന്നെ. ഇത് നോക്കി ചെയിനെ നോക്കാം. എഞ്ചിൻ പരിപാടി ഒന്നും ഇല്ല. അപ്പോ അനക്ക് എഞ്ചിൻ എന്താണെന്ന് അറിയോ? ഞാൻ നോക്കാം. നായ അങ്ങനെ ഒരു വർത്താനാണ്. നോക്കടാ. അവിടെ പീട്രാശാൻ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ മെയിൻ. ഞാൻ മനസ്സിലായിക്കോ. സമയമില്ല, രാവിലെ തൊട്ടേ കച്ചറയിലാ വെക്കണത്. ഇത് വേഗം നോക്കാം. ചെയിനിന്റെ പരിപാടി വെച്ച് ഓമനെ വിളിക്കും. ഓമന ഇവനേതാ? ഓൻ ഇവിടെ കുറച്ച് കാലമായിട്ടുണ്ടാ. ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഓനല്ലേ. അത് നോക്കാൻ പറയാം. ആടാ ട്ടാ ചെയിൻ നോക്കിട്ടാ. ആ പൊട്ടനെ കൊണ്ട് വലിയൊരു ശല്യയിലൂടെ. അതിനുശേഷം വേറൊരു സംഭവം കൂടെ ഉണ്ടായി. പിറ്റേ ദിവസം ഞാൻ നമ്മളെ ദാസനെ ആ വഴിയിൽ വെച്ച് കണ്ട്. ഓൻ കുഴമ്പ് പിടിച്ച് പോവുകയായിരുന്നു. സംഭവം ഓന് രാത്രി ആരോ പേറിയിട്ടുണ്ട്. അതും മാങ്ങോണ്ടാത്ര ഏറ് കിട്ടിയത്. സംഭവം പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമ്മളെ ഓമനെ തല്ലിയവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഓൻ തന്നെ ചെയ്യണതായിരിക്കാം, അല്ലെങ്കിൽ ചില അന്ധവിശ്വാസങ്ങളൊക്കെ ആശാനെ വിശ്വസിക്കേണ്ടി വരും. ആശാനെ, അടുത്തത് ആശാനിട്ടുള്ള പണിയാ. പറഞ്ഞു വെച്ചെടുത്തോളം ആശാനാണ് അവൻ അവസാനമായിട്ട് പേറിയത്. ഒരു മാങ്ങേറിനുള്ള വകുപ്പ് വീട്ടുന്നുണ്ട്. എടോ പീറ്ററെ, താനീ മോന്തതിനെ കരയാതറോ. നിനക്കത് പറയാം. ഈ ഫൈസൽ നാളുടെ വാക്ക് കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ എവിടെ നോക്കിയാലും പേടിയാണ്. അത് താനീ പേടിത്തൂർമാരപ്പം നിൽക്കണോണ്ടാ. ഇപ്പൊ ഞാനില്ലേ എന്തിനാ പേടിക്കണ്? എന്നിട്ടാണല്ലോ താൻ എൻ്റെ അണ്ണൻ എൻ്റെ കൊഞ്ഞക്ക് പിടിച്ചപ്പോ പേടിച്ചു ഓടിയത്. അത് നിന്റെ കയ്യിലിരിപ്പ്. നിന്നെ പോലെയാണോ അവൻ? ഇവനിക്ക് എന്തെങ്കിലും പറ്റി പറഞ്ഞാൽ എനിക്ക് കൊള്ളും. കേക്കണോ? എനിക്ക് എന്തോ പറ്റി നീ പന്നി പറഞ്ഞപ്പോ ഇത് ഇവിടെ കൊണ്ട്. ആശാനെ, ആശാനെ, നമുക്ക് ആ ഓമേനെ ഇപ്പൊ തന്നെ പോയി കാണാം. എന്ത് പണ്ടാണെങ്കിലും ശരി, ഓനോട് പറഞ്ഞ് സോറി പറഞ്ഞിട്ട് കയ്യും കാര്യം പിടിച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതൊന്ന് ഒത്തുതീർപ്പാക്കാം. ഈ ചെക്കൻ്റെ വാക്കിട്ട് സോറി പറയാൻ പോയി. പൊന്നു പീറ്ററെ, അവനാരാ? തൊഴിലാളി. നീ മുതലാളി. ചിന്തിച്ചോക്ക്. ഇവന്റെ വാക്കും കേട്ട ചെക്കനോട് സോറി അറിയണേക്കാളി നല്ലത് ചാത്തന്റെ അടിയുണ്ട്. ചാവുകല്ലത്. ഇയാളിത് എന്ത് തേങ്ങ അറിഞ്ഞിട്ടാണ്? നിങ്ങൾക്ക് ഇവിടെ കിടന്ന് ഇങ്ങനെ ആത്മവിശ്വാസം വിളമ്പിയാൽ മതി. ഞാനും എൻ്റെ പാവം ആശാനും കൂടെയാണ്
കണ്ടോ സൗണ്ടുകളൊക്കെ മാറി തുടങ്ങി. ഞാൻ എൻ്റെ ആശാനും കൂടെയാണ് ഉള്ള അടിയൊക്കെ മേടിക്കാൻ. പണ്ടാറം താൻ കണ്ടില്ലേ കുടിക്കണത്. ഇട്രാ ഞാൻ എൻ്റെ ഒരു കാര്യം ചെയ്യാം. ഞാൻ അവനെ പോയി 2 കാലം തല്ലി പിടിക്കാം. അവൻ എഴിഞ്ഞ് വന്ന് എൻ്റെ അടുത്ത് ഓരേ അറിയാം. നിങ്ങൾക്കൊന്ന് വിശ്വാസമാവില്ല അറിയാം, എങ്കിലും ഞാൻ കഥ പറയാം. പണ്ട് ഞാൻ നമ്മളെ സിനിമ കഴിഞ്ഞ് വരുന്ന ടൈം നമ്മളെ അമ്പലത്തിൻ്റെ അടുത്ത് ആ ചെറിയ വഴി ഉണ്ടല്ലോ, അവിടെ പോയി മുന്നിലിങ്ങനെ നിൽക്കുക. പോത്ത് വാലില്ല, സംഭവം മറ്റവനാ ഒട്ടിയൻ. പേടിച്ചില്ലേ? നീ പേടിച്ചില്ലേ? പക്ഷെ ഞാൻ പേടിച്ചില്ല. ഒറ്റ കറക്ക് 3 കിടക്കുക. അന്ന് ഞാൻ ഇതേപോലെ കിടന്ന് മൂങ്ങിയതെങ്കിൽ എന്തായിരിക്കും ഇപ്പം എൻ്റെ അവസ്ഥ? ചാത്തനൊന്നും ആയിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു ഇതാ ചെക്കൻ വേഷം മാറി വന്നിട്ട് അവനെ പണിതർക്കൊക്കെ പണി കൊടുക്കുകയാണെങ്കിലോ അങ്ങനെ ആയിക്കൂടെ. അതാ ഞാൻ പറഞ്ഞത്, ഞാനവിടെ പോയിട്ടോനെ തല്ലിയിട്ടുണ്ട് വരാം. നിങ്ങൾ വന്ന് നിന്നാ മതി. ഒക്കെ ഈ ഉണ്ണി അറിഞ്ഞു. മൈത്താണ്ടി ഇത് എവിടെ കൊണ്ടിട്ടാ വീട് വെച്ചോളൂന്നാവോ. നടന്നിരുന്ന് മനുഷ്യന്റെ ഊപ്പാട് പോയി. ഇടയ്ക്ക് ഏറ്റവും കൂടി കയറി കഴിഞ്ഞാൽ ചാത്തങ്കാവാ, അത് കഴിഞ്ഞ എൻ്റെ വീടാ. നീ വായോ. ചാത്തങ്കാവോ? നടക്കാ വേഗം. ഓ ഈ ഓമനൊക്കെ സമ്മതിക്കണം. ഒരു പേടിയില്ലല്ലോ അവന് ഈ മലയുടെ മുകളിലൊക്കെ വീട് കൊണ്ടു വെക്കാനായിട്ട്. എൻ്റെ പീറ്ററെ, കള്ളിയങ്കാട്ട് നീലി, വടയക്ഷി, രക്തരക്ഷ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ട് ഞാൻ പേടിച്ചിട്ടില്ല. സംസാരിക്കണേ. ആശാനെ അങ്ങനെ തന്നെ നിലത്ത് കിടക്കണ്. സുഗുണേട്ടാ, സുഗുണേട്ടാ, ആവശ്യമില്ലാത്ത ആത്മവിശ്വാസമൊക്കെ തന്നിട്ട്. ഫൈസലേ, നമുക്കിനി വേറെ ഒന്നും ചെയ്യാല്ലോ. നമുക്ക് അവൻ്റെ അടുത്ത് പോയിട്ട് മാപ്പ് പറയാം. അതല്ലാതെ വേറൊരു വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പന്തോ കെട്ടു കോപ്പ് കെട്ട്. അവരെവിടെ? ആശാനെ, അത് ചാത്തന. എന്തുകൊണ്ടാണ് നീ ബാക്കിൽ എന്താ
അത് നമ്മുടെ ബാക്കിൽ ആര് എന്താ അത് മാങ്ങ തീരാ രാത്രി തന്നെ